ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദി വഅശിയ്യൻ ഹീന തുദ്ഹിറൂൻ. നമ്മൾ ഈ സുബ്ഹാനല്ലാഹ് അല്ലേ, അതിനെക്കുറിച്ചാണ് ചില വിഷയങ്ങൾ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കലാണ്, അല്ലെങ്കിൽ പരിശുദ്ധമാക്കാനുള്ള കൽപ്പനയാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നീ പരിശുദ്ധപ്പെടുത്തി എന്നാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ നന്നായി പരിശുദ്ധപ്പെടുത്തുന്നു. ഉസബ്ബിഹു സുബ്ഹാനല്ലാഹ് മസ്ദറിന്റെ അർത്ഥം, അല്ലെങ്കിൽ മസ്ദർ കൽപ്പനക്രിയയുടെ അർത്ഥം. സബ്ബിഹ് എന്ന അർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഉസബ്ബിഹു സുബ്ഹാന, അല്ലെങ്കിൽ സബ്ബിഹ് സുബ്ഹാന, ഇങ്ങനെ രണ്ട് നിലക്കതിൻ്റെ അർത്ഥം. ഉദ്ദേശമാണ് നമ്മൾ നോക്കേണ്ടത്. പരിശുദ്ധപ്പെടുത്തൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എന്ത് ചെയ്യലാണ്, നമ്മൾ പരിശുദ്ധപ്പെടുത്തലാണ്. ഏതിൽ നിന്ന് പരിശുദ്ധപ്പെടുത്താൻ? അള്ളാഹുവിന് തുല്യനില്ല, അള്ളാഹുവിന് എതിരാളില്ല, നിദ്ദില്ല. അള്ളാഹുവിന് മസൽ ഉപമയില്ല. അള്ളാഹുവിന് മുമാസിൽ, എന്താ, പിന്നെ തുല്യനില്ല, ഇടയത്തവനില്ല. അള്ളാഹുവിന് ആരില്ല? ശരീക്ക്, പങ്കാളിയില്ല. അള്ളാഹുവിന് കുഫു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് കുഫുവായവൻ, ഒത്തവൻ ഇല്ല. അള്ളാഹുവിന് സാഹിബത്തില്ല. അള്ളാഹുവിന് വലത്, സന്തതിയില്ല. അള്ളാഹുവിന് ഐബ്, കുറവുകളില്ല, ന്യൂനതയില്ല. അള്ളാഹുവിന് നഖ്സ്, കുറവുകളില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന് സമി എന്താ? സമി എന്ന പേരത്തവൻ, സമി. ഇവിടെ സമി വന്നത് ഫഹൽ തഅലമു ലഹു സമീയ. അള്ളാഹുവിന് സമി എന്ന് പറഞ്ഞാൽ പേരൊത്തവൻ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇതൊന്നുമില്ല. ഇങ്ങനെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ് എന്ത്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ ഏറ്റവും നല്ല പ്രയോഗം എന്താണ്? തസ്ബീഹുകളാണ്. സുബ്ഹാനല്ലാഹ് എന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇവിടെ സുബ്ഹാനല്ലാഹ് അല്ലേ, ചിലയിടത്ത് സുബ്ഹാനഹു അല്ലേ, ചിലയിടത്ത് സുബ്ഹാനക് അല്ലേ, ചിലയിടത്ത് സുബ്ഹാനഹു, സുബ്ഹാന റബ്ബിന അല്ലേ, ചിലയിടത്ത് സുബ്ഹാന റബ്ബി അല്ലേ, ചിലയിടത്ത് എങ്ങനെ പറയും? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, സുബ്ഹാനല്ലദി ലഹു മുൽക്കു. പിന്നെന്താ വന്ന്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനഹു വ തആല, സുബ്ഹാനഹു, സുബ്ഹാന റബ്ബി, സുബ്ഹാന റബ്ബിൽ ഇസ്സത്തി. റബ്ബി എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ്, റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ. നോക്കി, ഇങ്ങനൊക്കെ സുബ്ഹാനല്ലാഹ് ഉണ്ടല്ലോ, ഈ പ്രയോഗം വന്നിട്ടുണ്ട്. പിന്നെ തസ്ബീഹ് നിർവഹിക്കാനുള്ള കൽപ്പന, അത് പല രീതി ക്രിയകൾ വന്നിട്ടുണ്ട്. അതേപോലത്തെ അതിന് നാം വന്നിട്ടുണ്ട്. അൽ മുസബ്ബിഹൂൻ എന്ന് വന്നില്ലേ? എന്താ മുസബ്ബിഹൂൻ? തസ്ബീഹ് നിർവഹിക്കുന്നവർ, മലക്കുകളെ കുറിച്ച് പറഞ്ഞില്ലേ? നഹ്നു സാഫൂൻ എന്നൊക്കെ പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ക്രിയ വന്നു. എന്താ ക്രിയ? സബ്ബഹ അല്ലേ,
കൽപ്പനക്രിയ വന്നു. എന്താ കൽപ്പനക്രിയ? സബ്ബിഹ് ബിഹംദി റബ്ബിക്, സബ്ബിഹ് ഇസ്മ റബ്ബിക്, സബ്ബിഹ്. അതേപോലെ തന്നെ യുസബ്ബിഹൂൻ വന്നില്ലേ? യുസബ്ബിഹൂൻ, അവർ തസ്ബീഹ് നിർവഹിക്കുന്നു. അതേപോലെ യുസബ്ബിഹു റഅദു, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്ത്, യുസബ്ബിഹു. എത്ര ക്രിയകളെ വന്ന്, എത്ര ശൈലിയിലെ വന്നത്? ഇസ്മ വന്നു, സബ്ബഹ, സബ്ബിഹ്, യുസബ്ബിഹു, യുസബ്ബിഹു, യുസബ്ബിഹ്ന. ആരെ കുറിച്ച യുസബ്ബിഹ്ന പറഞ്ഞത്? യുസബ്ബിഹ്ന മഅഹു വത്തയ്ർ. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം യുസബ്ബിഹ്ന, അവ തസ്ബീഹ് നിർവഹിക്കുന്നതാണ്. മലകൾ, അതുപോലെ പറവകൾ. തസ്ബീഹിന്റെ മഹത്വമാണ് ഇതൊക്കെ അറിയിക്കുന്നത്. ഈ പ്രയോഗങ്ങൾ നോക്കി, വിശുദ്ധ ഖുർആനിൽ വന്ന ഓരോ പ്രയോഗങ്ങളാണ് തസ്ബീഹിന്റെ വിഷയത്തിൽ. പിന്നെ ഈ നമ്മൾ ഓരോ ദുആകൾ എടുത്ത് നോക്കി, പല ദുആകളും അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബ, അല്ലെ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ 4ആണ്. എന്നിട്ട് എന്താ ആദ്യം പറഞ്ഞത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ആദ്യം തസ്ബീഹ. അഹബ്ബുൽ കലാം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഖൈറുൽ കലാം, ഖൈറു മാ തലഅത് അലൈഹി ശംസ്, 4 കലിമത്താണ് പറഞ്ഞത്. അതിൽ റസൂലുള്ളാഹി പറഞ്ഞത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. മനസ്സിലായി? അൽ ബാഖിയാത്തു സാലിഹാത്ത്, ബാഖിയാത്തു സാലിഹാത്ത്, അതിൽ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇങ്ങനെ പറഞ്ഞു. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ കൃഷി ഇറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താ പറഞ്ഞു കൊടുത്ത്? ഇസ്രാ മിറാജിന്റെ രാവിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടുള്ള മുലാഖാത്തിൽ ഉമ്മത്തികളോട് പറയാണ്, സ്വർഗം വിശാലമാണ്, സ്വർഗത്തിൽ ആരെങ്കിലും കൃഷി ഇറക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനുള്ള തൈകൾ, ചെടികൾ, വിത്തുകൾ, ഗിറാസ്, എന്താ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം സുബ്ഹാന, തസ്ബീഹ. മനസ്സിലല്ലേ? അതേപോലെ പിന്നെ അയ്യുൽ കലാമി അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠ വചനം ഏത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ അള്ളാഹു തനിക്ക് തെരഞ്ഞെടുത്ത പദമാണ് എന്ന് പറഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠമായ വചനം ഏതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു തനിക്ക് സെലക്ട് ചെയ്താണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഹംദ് പിന്നെ പറഞ്ഞു, പിന്നെ ആദ്യം തസ്ബീഹ് സുബ്ഹാനല്ലാഹ്. ഇതേപോലെ ധാരാളം പിന്നെ വചനങ്ങൾ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി, അല്ലേ? ദുആഉൽ ഇസ്തിഫ്താഹിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അങ്ങനെയാണ് തുടങ്ങുന്നത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. തസ്ബീഹ് കൊണ്ടാണ് തുടക്കം പല ദുആകളുടെയും. അപ്പൊ ഇതിന്റെ ഒരു മഹത്വമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഉണ്ടല്ലോ പൂർണ്ണത. അള്ളാഹു അന്യൂനനാണ്, അള്ളാഹു സമ്പൂർണനാണ്, കുറവുകളില്ലാത്തവനാണ്. ഇതൊക്കെ പെട്ടെന്ന് സ്ഥാപിക്കുവാനുള്ള പ്രയോഗമാണത് തസ്ബീഹ്. അത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ, നിങ്ങൾ പ്രദോഷത്തിൽ പ്രവേശിക്കുമ്പോഴും നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് എന്നുള്ളത് ഒരു പ്രസ്താവനയല്ല. അതൊരു പ്രസ്താവന രൂപത്തിലാണെങ്കിൽ അതെന്താ? അത് കൽപ്പനയാണ്. നിങ്ങൾ തസ്ബീഹ് നിർവഹിക്കണം എന്നുള്ളതാണ്. അതേപോലെ വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ, വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ. അശിയിലും, അശി എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ വൈകുന്നേരത്തിലേക്ക് ഉച്ചതെറ്റി, സൂര്യന്റെ ചൂട് മങ്ങൽ തുടങ്ങിയിരുന്നെങ്കിൽ അസറിന്റെ സമയം. പിന്നെ വഹീന തുദ്ഹിറൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ബഹീറ എന്ന് പറഞ്ഞാൽ ഉച്ചക്കാണ് പറയാ. ബഹീറ. ഹിജറ പോകാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് അബൂബക്കറിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി വന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആയിഷ ഉണ്ട്, ബഹീറയിൽ വന്നു. ആ സമയത്ത് സാധാരണ റസൂലുള്ളാഹി വീട്ടിൽ വരാറില്ല. ബഹീറ എന്ന് പറഞ്ഞാൽ നട്ടുച്ച, മക്കത്ത് പൊരിഞ്ഞ ചൂടായിരിക്കും. സാധാരണ വീട് വിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങാത്ത സമയമാണ് ബഹീറ. അപ്പൊ ബഹീറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോൾ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ പ്രതീക്ഷിക്കുകയാണ് എന്ത്, ഹിജ്റക്കുള്ള അനുവാദം. അപ്പൊ ഹിജ്റക്ക് അനുവാദം കിട്ടിയോ ചോദിക്കുകയാണ്. അതേന്ന് പറഞ്ഞപ്പോൾ അസ്സുഹ്ബത യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ കരഞ്ഞു എന്നാണ്. സുഹബത്ത് എന്താ, അതായത് ഹിജ്റയിൽ നിസ്ലാസന്മാ തങ്ങൾക്ക് പെർമിഷൻ കിട്ടി. അപ്പൊ കൂടെ അബൂബക്കറിനും പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പൊ ഏതായാലും ഇവിടെ ബഹീറ എന്ന് പറഞ്ഞാൽ അതാണ്. ബഹറ എന്നുള്ളതിൽ നിന്നാണ് അത് വരുന്നത്. എന്താ ബഹറ? എന്തിനാണ് ബഹറ അറിയുന്നത്? പ്രകടമായി വ്യക്തമായി വെളിപ്പെട്ടു എന്നാണ് അല്ലെ. ഏറ്റവും പിന്നെ സമയങ്ങളിൽ കാര്യങ്ങളൊക്കെ ഏറ്റവും തെളിഞ്ഞു കാണുന്ന ഏറ്റവും വ്യക്തമായ ടൈം ഏതാ? നട്ടുച്ചയാണ്. സൂര്യൻ പിന്നെ നല്ല ജ്വലിച്ച് എല്ലാം കാണും വിധം, പിന്നെ നിഴലില്ല, തലന്റെ മുകളിലാണ് സൂര്യൻ അല്ലെ, എല്ലാത്തിൻ്റെയും മുകളിലാണ്. അതുകൊണ്ട് തന്നെ നിഴലൊന്നും ഉണ്ടാവില്ല വിശാലമായിട്ട്. അതുകൊണ്ടാണ് ആ സമയത്തിന് ദുഹർ എന്ന പേര്. ഏറ്റവും ഔദഹായ വ്യക്തമായ പിന്നെ ഒരു പരിസരം ഉണ്ടാവുക. അതുകൊണ്ടാണ് ദുഹർ എന്ന് ആ സമയത്തിന് പേര്. അലാ കുല്ലി വഅശിയൻ വഹീന തുദ്ഹിറൂൻ. ഇവിടെ ഇത് അള്ളാഹു അങ്ങനെ പ്രസ്താവിച്ചു പോകുകയല്ല, പിന്നെ നമ്മളെ തസ്ബീഹ് ചെല്ലാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്, കൽപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു ഇതുകൊണ്ട് 5 വക്ത് നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ പരിമിതമല്ല, 5 വക്ത് നിസ്കാരവുമാണ്, ഒപ്പം ഈ തസ്ബീഹ് നിർവഹിക്കലുമാണ്. തസ്ബീഹ് നിർവഹിക്കലാണ്. എപ്പോഴും തസ്ബീഹിന്റെ കരീനാണ് തഹ്മീദ്. തസ്ബീഹിന്റെ കരീനാണ് തഹ്മീദ് എന്ന് പറയും. എന്താ പറഞ്ഞ? തസ്ബീഹിനോട് എപ്പോഴും കരീനായി ചേർത്ത് പറയും ആര്? തഹ്മീദിന്. തഹ്മീദ് എന്ന് പറഞ്ഞാൽ തസ്ബീഹ് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. തഹ്മീദ് എന്താ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇത് കരീനാണെന്ന് പറയാൻ കാരണം ഇതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അവിടെ പിന്നെ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ് പറഞ്ഞു. നമ്മളിവിടെ പറഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലേ. ഇങ്ങനെയാണ് എപ്പോഴും കൂടുതൽ സ്ഥലങ്ങളിലും വരിക. തസ്ബീഹിനോടൊപ്പം എന്ത് പറയും? തഹ്മീദ് പറയും. അതാണ് ഇവിടെ നമുക്ക് അല്ല, ഇതൊരു ഇടവാചകാണ്. സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂന വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ എന്നാണ്. അതിനിടയിൽ ഒരു ഇടവാചകം. കാരണം തസ്ബീഹിനോടൊപ്പം ആരെ പറയും? തഹ്മീദിനെ പറയും. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. വലഹുൽ ഹംദു. എന്താ വലഹു? വലഹു എന്നാണ് അവന് മാത്രവും പ്രത്യേകവുമാണ്. ലഹു അൽഹംദു. അൽഹംദ് എന്ന ഹംദ് മുഴുവനും. ഹംദ് മുഴുവനും എവിടെ? ഫിസ് സമാവാത്ത്. സമാവാത്ത് വാനങ്ങളിൽ, വൽ അർദ് ഭൂമിയിൽ. ഭൂമിയിലും വാനങ്ങളിലും ഹംദ് എല്ലാം ലഹു എന്നാണ്. വൽഹംദു ലഹു, വൽഹംദു ലഹു. ഇങ്ങനെ സ്തുതികളെല്ലാം ലഹു അവനാണ്. അൽഹംദുലില്ലാഹി അല്ലെ. പക്ഷെ ഇവിടെ ലഹു എന്നുള്ളതിനെ മുന്തിപ്പിച്ചത് അള്ളാഹു പ്രത്യേകം എന്നുള്ള അർത്ഥത്തെ ധ്വനിപ്പിക്കാനാണ്. വലഹുൽ ഹംദു. ഹംദ് മുഴുവൻ അള്ളാഹുവിനാകുന്നു. എന്താ ഈ ഹംദ്? ഹംദ് എന്താ? ഹംദ് ശുക്രാണ്. മാഷാഅല്ലാഹ്. പിന്നെ ഹംദ് എന്താ? സനാ ആണ്. സന എന്ന് പറഞ്ഞാൽ പുകഴ്ത്തലാണ്, പ്രശംസിക്കലാണ്. ശുക്ർ നന്ദി പുരസ്കരിക്കലാണ്. നന്ദി പുരസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പടപ്പുകളുടെയും ശുക്ർ അർഹിക്കുന്നു, സനാവും അർഹിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് ഫവാദിൽ. ഫവാദിൽ എന്നുണ്ടെങ്കിൽ ഫضൽ. എന്താ ഫضൽ? ഫضൽ എന്താ? ഔദാര്യം. ഫضൽ അള്ളാഹുവിന്റെ ഔദാര്യമല്ലേ. ذلك فضل الله يؤتيه من يشاء. അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു അത് ഉദ്ദേശിക്കുന്നത് ഫضൽ ഔദാര്യാണ്. അതിന്റെ ബഹുവചനം ഫവാദിൽ. ഫവാദിൽ. പിന്നെ അള്ളാഹ്ക്ക് ഫളാഇൽ ഉണ്ട്. എന്താ ഫളാഇൽ? മഹത്വങ്ങൾ. മഹത്വങ്ങൾ. ഫളീലത്ത് മഹത്വം, ഫളാഇൽ മഹത്വങ്ങൾ. ഫضല് ഔദാര്യം, ഫവാദിൽ ഔദാര്യം. ഔദാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഔദാര്യങ്ങൾ അകന്നെയാണ് നമുക്ക് അല്ലെ. എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം ഔദാര്യങ്ങൾ നേടുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ. അള്ളാഹു
മഹത്വങ്ങൾ ഉടയവനാണ് അള്ളാഹു. മഹത്വങ്ങൾ ഉടയവനാണ്. ശുക്ർ എന്തിനാ? ശുക്ർ എന്തിനാ? അള്ളാഹുവിന്റെ ഫവാദിൽ ഔദാര്യങ്ങൾക്കാണ് ശുക്ർ അവൻ അർഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്വങ്ങൾ ഏറെയുള്ളവനാണ്, മഹത്വം ഉടയവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്തർഹിക്കുന്നു? സനാഹം അർഹിക്കുന്നു. മഹത്വങ്ങൾക്കാണ് വാഴ്ത്തലും പുകഴ്ത്തലും, ഔദാര്യങ്ങൾക്കാണ് ശുക്ർ. ശുക്റും സനാവും അതിന് മൊത്തത്തിൽ പറഞ്ഞ പേരാണെന്ത്? അൽഹംദ്. അൽ വലഹു, അള്ളാഹുവിന് മാത്രമാകുന്നു അൽഹംദു, ഹംദുകളെല്ലാം. കാരണം അള്ളാഹുവിൽ നിന്നാകുന്നു ഫവാദിൽ, ഔദാര്യങ്ങൾ. അള്ളാഹുവിനാകുന്നു ഫവായിൽ, എന്താ? മഹത്വങ്ങൾ. മഹത്വങ്ങൾ. അപ്പോ അള്ളാഹു മഹത്വങ്ങൾ ഉള്ളതിനാൽ അവൻ പുകഴ്ത്തൽ, വാഴ്ത്തൽ അർഹിക്കുന്നു. ഔദാര്യങ്ങൾ ഉള്ളതിനാൽ അവൻ ശുക്ർ അർഹിക്കുന്നു. അപ്പൊ ശുക്റിനെയും സനായിനെയും ഒരുപോലെ അർത്ഥമാക്കുന്ന ഹംദ്, അതാർക്ക് മാത്രമുള്ളതാണ്? അള്ളാഹുവിന് മാത്രം ഉള്ളതാകുന്നു. അൽഹംദ് പറഞ്ഞ ഹംദുകൾ മുഴുവനും അള്ളാഹുവിനാകും. അത് ഫിസ്സമാവാത്ത് വൽ അർദ്, അതൊരു പ്രസ്താവനയാണ് അല്ലെ? വലഹുൽ ഹംദു ഫിസ്സമാവാത്ത് വൽ അർദ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയാൻ, ആകാശങ്ങളിലുള്ളവർ ഭൂമിയിലുള്ളവർ എന്താ? അള്ളാഹുവിന് ഹംദ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് ഹംദ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് അത് അർത്ഥമാക്കുന്നത്. വലഹുൽ ഹംദു ഫിസ്സമാവാത്തി വൽ അർദ്. വാനങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അള്ളാഹുവിന് ഹംദ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ആ അള്ളാഹുവിന് ഹംദ് നിർവഹിക്കണം. നിങ്ങളും അൽഹംദുലില്ലാഹ് എന്ന് ഹംദ് നിർവഹിക്കണം എന്നാണ് ഇവിടെ ഈ പ്രയോഗത്തിന്റെ തേട്ടം. ഓക്കെ, നമ്മൾ ഹംദ് നിർവഹിക്കണം എപ്പോഴും, അല്ലേ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന, ഏതൊരവസ്ഥയിലും അൽഹംദുലില്ലാഹ്. സന്താപത്തിലും സന്തോഷത്തിലും, അല്ലേ? ക്ഷേമത്തിലും ക്ഷാമത്തിലും ഒക്കെ എപ്പോഴും അൽഹംദുലില്ലാഹ് എന്നുള്ളത്. പിന്നെ പ്രത്യേക സന്ദർഭങ്ങളിൽ ഹംദുണ്ട്. അവിടെ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയണം. ഓക്കെ, ഭക്ഷണം കഴിച്ചാൽ എന്താ പറയണ്ടത്? അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ, അൽഹംദുലില്ലാഹില്ലദി അത്അമ വസഖാ വസവ്വഹു വജഅല ലഹു മഖ്റജ, അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ അൻത അത്അംത വസഖൈത വഅഗ്നൈത വഅഖ്നൈത വഹദൈത വഅഅദത്ത ഫലക്കൽ ഹംദു അലാ മാ അഅതൈത. ഹംദുകൾ പലതുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, അങ്ങനെ തുടങ്ങി വേറെയുണ്ട് ഹംദുകൾ. ഏതായാലും പിന്നെ ഹംദിന്റെ സ്ഥലം രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഓടുന്ന് എഴുന്നേൽക്കുമ്പോൾ, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ചിലർ ക്ലാസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹി നുശൂർ എന്ന് പറയേണ്ട രീതിയിലാണ് ക്ലാസ്സിൽ ഇരിക്കണം. പേടി, കാരണം മാനം കെടും. കാരണം ആളുകൾ വിചാരിക്കൂല ഇയാൾ ഉറങ്ങി എഴുന്നേൽക്കുകയാണ്. അതെ, പരീക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് എങ്ങനെ പറയണ്ടത്? അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ഇബ്തലാക ബി വഫദ്ദൽനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. അത് പറഞ്ഞിട്ടില്ല എങ്കിൽ ആ പരീക്ഷിക്കപ്പെട്ടവനെ പോലെ പരീക്ഷിക്കപ്പെടുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. സൂക്ഷിക്കണം. അത് ഒരു പരീക്ഷിക്കപ്പെടുന്നവനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെല്ലണം. അതെ, ഇഷ്ടഭാജനങ്ങൾ മരണപ്പെടണമെങ്കിൽ അൽഹംദുലില്ലാഹ് പറയണം. സ്വർഗത്തിന്റെ ഒരു വാതിൽ ബൈത്തുൽ ഹംദാണ്, അല്ലെ? സ്വർഗത്തിന്റെ ഒരു വാതിലിന് ബാബുൽ ഹംദ് എന്ന പേരുണ്ട്. അതേപോലെ തന്നെ സ്വർഗത്തിന്റെ ഒരു വീടിന് ബൈത്തുൽ ഹംദ് എന്ന പേര് എന്നൊക്കെ പറഞ്ഞു. അതെ, അത് എപ്പോഴാ? റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർദ. അതെപ്പോഴാ? ദുആഉൽ ഇസ്തിഫ്താഹ്. നിസ്കാരത്തിന് വരുന്ന ഒരു വ്യക്തി തക്ബീർ ചൊല്ലിയിട്ട് ഇത് ചൊല്ലിയെന്നാണ്. എന്നിട്ട് നിസ്സാസമത്തങ്ങൾ ചോദിച്ചു അത് പറഞ്ഞ ആളാരാണ്? അപ്പോൾ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അജിബ്തുലഹ, ഞാൻ അത്ഭുതപ്പെട്ടു, അത് വാങ്ങാൻ സ്വീകരിക്കാൻ മലക്കുകൾ മത്സരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? വാനകവാടങ്ങൾ തുറക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ നിസ്കാരത്തിൽ വസ്ത്രം ധരിക്കുമ്പോൾ എന്താ പറയണ്ടത്? അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അതേപോലെ വാനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ. തമാം, മാഷാ അല്ലാഹ്. പിന്നെ ഏതൊരു അനുഗ്രഹം കിട്ടുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ പറയണം. ശരിയാണ്.
ഒരു ചരിത്രം ഉണ്ടായി, ഞാൻ വിട്ടുപോയി ഞാൻ പറയാം. ആ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അത് നമ്മൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ് എന്നുള്ള തസ്ബീഹ് ന്റെ ഖരീനത്താണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഉദാഹരണമാണിത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാഅ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹ് പ്രത്യേകം ചെല്ലേണ്ട സ്ഥലങ്ങൾ ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു. ഖുത്ബത്തുൽ ഹാജ, ഖുത്ബത്തുൽ ഹാജ എന്നതിന് വിഷയങ്ങളിൽ സംസാരം തുടങ്ങുമ്പോൾ നിർവഹിക്കേണ്ട പിന്നെ ആമുഖം അത് ഹംദിലാണ് തുടങ്ങുന്നത്. കുറെ സന്ദർഭങ്ങൾ ഹംദ് നിർവഹിക്കാനുള്ള സന്ദർഭങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളെ കുറിച്ച് പറഞ്ഞത് ഹമ്മാദൂൻ എന്നാണ്. കാബുൽ അഹ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കുന്ന ബൈബിളിലെ അല്ലെങ്കിൽ തൗറാത്തിലെ വചനം ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചിട്ട് പിന്നെ സ്വല്ലല്ലാഹു തങ്ങൾ പിന്നെ ലൈസ ബിഫദ്ദിൻ വലാ ഗലീദിൻ വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, കടുത്ത പ്രകൃതക്കാരനല്ലോ, പിന്നെ അങ്ങാടിയിൽ ബഹളം വെക്കുന്നവനല്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞിട്ട് പറയണം ഉമ്മതുഹു അൽ ഹമ്മാദൂൻ. അദ്ദേഹത്തിന്റെ ഉമ്മത്തികൾ ആരാണ്? അൽ ഹമ്മാദൂൻ. ഹമ്മാദൂൻ എന്താ? ഹംദ് നിർവഹിക്കുന്നവർ, ധാരാളമായി ഹംദ് നിർവഹിക്കുന്നവർ. ഹമ്മാദ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കുറെ ഹംദ് നിർവഹിക്കുന്ന വ്യക്തി എന്നാണ് ഹമ്മാദൂൻ എന്ന് പറഞ്ഞേ. അപ്പൊ അതാണ് വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ്. പക്ഷെ നമ്മൾ ഹംദിൽ നമ്മൾ ഭയങ്കര പിശുക്കന്മാരാണ് പലപ്പോഴും തോന്നിപ്പോകും. അത് ചില സന്ദർഭങ്ങളിലൊക്കെ ഹംദ് പറയേണ്ട അടുത്ത് പറയാതെ അത് വരാതെ ശരിക്കും തസ്ബീഹ് ഹംദ് ഇതൊക്കെ നമുക്കൊരു ഇൽഹാം പോലെ വരണം. സ്വർഗവാസികൾക്ക് യുൽഹമൂന തസ്ബീഹ വ തഹ്മീദാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇതൊക്കെ എന്താ ഇൽഹാം നൽകപ്പെടുന്നതാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോകും എന്നുള്ളതാണ്. ആ ഒരു തഴക്കം വരണം. അതിനെന്ത് വേണം? നമ്മളിത് അഭ്യസിക്കണം, ശീലിക്കണം. പക്ഷെ നമ്മൾ ഒന്ന് തുമ്മിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പം മറ്റേ പണ്ട് കാക്ക പറഞ്ഞില്ല ഒരു ഐ ആം സോറി, അപ്പം മറ്റോണ്ട് പറയും, ആ ദർജയിലാണ്. ഇതിലേറ്റവും ഈ വിഷയത്തിൽ ഏറ്റവും ഒരു ഗൗരവപ്പെട്ട ഒരു ബഹ്സ് വായിച്ചത് ഈ ഹംദും തസ്ബീഹും വിശേഷ തസ്ബീഹ് ഇത് നിർവഹിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു നോക്കി. യുസബ്ബിഹു ലഹു അസ്സമാവാതു സബ് വൽ അർദു വമൻ ഫീഹിൻ. അസ്സമാവാതു സബ് സപ്തവാനങ്ങൾ, വൽ അർദു ഭൂമി, വമൻ ഫീഹിൻ വമൻ ഫീഹിൻ ഇവയിലുള്ളവർ. വാനങ്ങൾ തസ്ബീഹ് നിർവഹിക്കുന്നു, ഭൂമി തസ്ബീഹ് നിർവഹിക്കുന്നു. വമൻ ഫീഹിൻ അവയിലുള്ളവരും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യർ, ജിന്നുകൾ, മലക്കുകൾ, അവരൊക്കെ എന്താണ്? ഇതൊക്കെ ആഖിലാണ് അല്ലേ? ആഖിലാണ്. എന്നാൽ സമാവാത്ത് അർദ് എന്നൊക്കെ പറഞ്ഞ അത് മനുഷ്യരെ പോലെ ഈ പിന്നെ ബുദ്ധിയുള്ളവരാ. നമ്മൾ പറഞ്ഞു പിന്നെ കഴിഞ്ഞ ആഴ്ച പിന്നെ തസ്ബീഹ് നിർവഹിക്കുന്നവരിൽ ആരുണ്ട്? റഅദ് അല്ലേ? ഇടിനാദം. യുസബ്ബിഹു റഅദു, ഇടിനാദം തസ്ബീഹ് നിർവഹിക്കുന്നു. യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി, മലക്കുകളും എന്ന് പറഞ്ഞേ. അപ്പോൾ തസ്ബീഹ് നിർവഹിക്കുന്നവരിൽ ആരുണ്ട്? മനുഷ്യരെ പോലെ, ജിന്നുകളെ പോലെ, മലക്കുകളെ പോലെ അഖലുള്ളവരുണ്ട്, അതല്ലാത്തവരും ഉണ്ട്. അവരല്ലാത്തവരും ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് സമാവാത്ത് വൽ അർദ്. അള്ളാഹു പറയാണ് വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, വലാകിൻ എന്നാൽ ലാ തഫ്ഖഹൂൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല തസ്ബീഹഹും അവരുടെ തസ്ബീഹ്. ആരുടെ തസ്ബീഹ്? ഈ ആഖിലല്ലാത്തവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്നാണ്. പക്ഷെ അവർക്ക് അപ്പം എന്താ? അവർക്ക് എന്തുണ്ട്? തസ്ബീഹ്. അത് നോക്കി നിങ്ങളെ സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. സമാവാത്തും അർദും മാത്രമല്ല, പിന്നെയോ സബ്ബഹ ലില്ലാഹ് അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിക്കുന്നു, സുബ്ഹാനല്ലാഹ് പറയുന്നു. മാ ഫിസ് സമാവാത്ത്, എന്താ മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാവാത്തിൽ ഉള്ളതെല്ലാം എന്നാണ്. മാ ഇസ്മു മൗസൂലാണ്, എല്ലാം എന്ന അർത്ഥത്തിലാണ്. വൽ അർദ് ഭൂമിയിലുള്ളതെല്ലാം. അപ്പൊ നോക്കി, ആകാശവും ഭൂമിയും, ആകാശത്തിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം.
മായാണ് പ്രയോഗിച്ചത്. മാ പ്രയോഗിക്കുമ്പോൾ അതുകൊണ്ട് പ്രത്യേക ഉദ്ദേശം ആരാണ്? ഗൈറാഖിൽ. മൻ ആണ് ആഖിൽ. അള്ളാഹു പറയുന്നത് വലാകില്ലാ തഫ്ഖഹൂന തസ്ബീഹഹു, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ അവർക്ക് തസ്ബീഹ് ഉണ്ട്. നമ്മൾ അചേതനമായി കാണുന്ന ഈ ഉലകത്തിലുള്ളതിനെല്ലാം തസ്ബീഹ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ തസ്ബീഹ് എന്താണ്? ഈ അചേതന വസ്തുക്കളുടെ തസ്ബീഹ് എന്താണ്? നമ്മളുടെ തസ്ബീഹ് നമുക്കറിയാം, എന്താ? സുബ്ഹാനല്ലാഹ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഗൈറ ആഖിലിന്റെ തസ്ബീഹ് എന്താ? ചിലര് പറഞ്ഞത് അത് തസ്ബീഹു ദലാല എന്നതിന് പറയാം. തസ്ബീഹു അദ്ദലാല. അള്ളാഹു സൃഷ്ടാവാണ്, അള്ളാഹു കഴിവുറ്റവനാണെന്നുള്ളത് എന്തിന്റെ എല്ലാ വസ്തുക്കളും അറിയിക്കുന്നുണ്ട്. ആ അറിയിപ്പാണ് അവിടെ ഉദ്ദേശം. തസ്ബീഹ് യഥാർത്ഥത്തിൽ തസ്ബീഹ് അല്ല. പിന്നെയോ ഈ വാനങ്ങളും ഭൂമിയും അവയിലുള്ള അചേതന വസ്തുക്കളെല്ലാം ആരെ അറിയിക്കുന്നു? അള്ളാഹുവിനെ അറിയിക്കുന്നു, അവന്റെ സൃഷ്ടിപ്പിനെ അറിയിക്കുന്നു, അവന്റെ കഴിവിനെ അറിയിക്കുന്നു. ആ അറിയിക്കലാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത് തസ്ബീഹി ആലങ്കാരിക പ്രയോഗമല്ല, പിന്നെ അലൽ ഹഖീഖ, യഥാർത്ഥത്തിൽ എല്ലാവരും നിർവഹിക്കുന്ന തസ്ബീഹ് എന്താണോ ആ തസ്ബീഹ് തന്നെയാണ് അവയുടെയും തസ്ബീഹ്. കാരണം അള്ളാഹ് പറഞ്ഞത് എന്താ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അവർക്ക് തസ്ബീഹ് ഉണ്ട്. അത് അലൽ ഹഖീഖ, യഥാർത്ഥത്തിലുള്ള തസ്ബീഹ് തന്നെയാണ്. കാരണം നമ്മൾ അചേതനം എന്ന് വിചാരിക്കുന്നതുണ്ടല്ലോ, അത് മൗനമാണെങ്കിലും അത് സംഭവം വാചാലാണ്. കാരണം ഇതൊക്കെയാണ് നമുക്ക് പരലോക കോടതിയിൽ ഒന്നുകിൽ അനുകൂല സാക്ഷി അല്ലെങ്കിൽ പ്രതികൂല സാക്ഷി. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാല. ഈ ഇദ്റാഖ്, സംവേദനക്ഷമത മനുഷ്യനുള്ളതുപോലെ മറ്റു ജീവജാലങ്ങൾക്കുണ്ടോ? എന്താ ഡോക്ടർ? സൂറത്തുൽ നംലിൽ ഹുദ്ഹുദിനെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താ ഹുദ്ഹുദിനെ കുറിച്ച് പറഞ്ഞത്? മാലി ലാ അറൽ ഹുദ്ഹുദ്, ഞാൻ ഹുദ്ഹുദിനെ കാണുന്നില്ല. ആരാ പറഞ്ഞത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട്, എവിടെ പോയി? വ്യക്തമായ ന്യായം കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ശിക്ഷിക്കുമെന്ന് പറയാം. ലഅസ്ബഹന്നഹു എന്നാണ്. ഹുദ്ഹുദ് പക്ഷിയാണ്. അപ്പൊ പിന്നെ ഹുദ്ഹുദ് വന്നിട്ട് സുലൈമാൻ നബിയോട് പ്രതികരിക്കണില്ല. എന്താ പറയുന്നത്? 10 കാര്യങ്ങളാണ് പറയുന്നത്. 10 കാര്യങ്ങൾ. ആ 10 കാര്യങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ കുറെ അത്ഭുതങ്ങൾ ഉണ്ട്. അതൊക്കെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇത് ഒരു പക്ഷിയാണ്, ഒരു പറവയാണ്. ആ പറവ എന്ത് ചെയ്യാണ്? സബയിൽ പോയിട്ട് എന്താ പറയുന്നത്? ഒന്ന്, അഹത്തു ബിമാലം തഹുത് ബിഹി. സുലൈമാൻ നബിയോട് പറയണം, അഹത്തു ബിമാലം തഹുത്, താങ്കൾക്ക് ഉൾക്കൊള്ളാനാകാത്ത, താങ്കൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന്, വജിഇതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. വജിഇതുക, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. മിൻ സബഇൻ, സബ, ലോകത്ത് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ധാരാളം ഗോത്രങ്ങളും വിഭാഗങ്ങളും ഉണ്ട്. പക്ഷെ ഇത് സബഇനെ മാത്രം നോക്കി, സബയിൽ നിന്ന് ഒരു യഖീനായ ഒരു ഉറച്ച വാർത്തയുമായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാം. കണ്ട, രണ്ടാമത്തെ കാര്യം. പിന്നെന്താ പറഞ്ഞത്? പിന്നെ ഹുദ്ഹുദ് പറഞ്ഞെന്താ? പിന്നെ ഇന്നി വജത്തു ഇംറഅതൻ തംലികുഹും. ഇന്നി വജത്തു, ഈ ഹുദ്ഹുദ് പറയാണ് ഇന്നി വജത്തു, ഞാൻ കണ്ടു, ഇംറഅതൻ തംലികുഹും, അവരെ ഭരിക്കുന്നത് ഒരു പെണ്ണാണ്. ബൽഖീസ് ബിൻത് ശറാഹീൽ, ഒരു പെണ്ണാണ് അവരെ ഭരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? വഉതിയത് മിൻ കുല്ലി ശൈ. ഉണ്ടോ? ആ സഭയിൽ ഈ ഭരിക്കുന്ന സ്ത്രീ, അവർക്ക് എല്ലാം നൽകപ്പെട്ടിട്ടുണ്ടെന്നാണ്. എല്ലാ ഭൗതിക സുഖങ്ങളും നൽകപ്പെട്ട ഒരു വിഭാഗമാണ് അവർ എന്ന് പറയുന്നത്. വലഹ അർശുൻ അദീം, മാത്രമല്ല അവർക്കൊരു വലിയ സിംഹാസനമുണ്ട്. ഇതൊക്കെ ഇതാരാ പറയുന്നത്? ഒരു പക്ഷിയെ പറയുന്നത് അല്ലേ? പിന്നെ തീർന്നില്ല, നോക്കണം. അതിൻ്റെ ആ ഒരു വിഷയം
ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? വജത്തുഹ വഖൗമഹ എന്താ യസ്ജുദൂന ലിശംസ്. വജത്തുഹ ഈ ബൽഖീസും വഖൗമഹ അവളുടെ ജനതയും സൂര്യന് പ്രണമിക്കുന്നതായി ഞാൻ കണ്ടു എന്നാണ്. സൂര്യന് പ്രണമിക്കുന്നതായി കണ്ടു. അവർ ചില തെറ്റ് അത് ഹുദ് മനസ്സിലാക്കിയത്. പിന്നെന്താ പറഞ്ഞേ? മിന്ദൂനില്ല, അള്ളാഹുവെ കൂടാതെ സൂര്യനാണ് അവരുടെ പ്രണാമം, സുജൂദ്. പിന്നെ വസയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും. പിന്നെയും പറഞ്ഞു വസയ്യന ലഹുമുശ് ശൈത്താൻ, ശൈത്താൻ അവർക്ക്, ഈ സബകാർക്ക് അവരുടെ ഈ ശിർക്കൻ പ്രവൃത്തി അലങ്കാരമാക്കിയിരിക്കുന്നു. ഇതൊക്കെ ഹുദ് മനസ്സിലാക്കിയിട്ട് ഒന്ന് പറയല്ലേ. പിന്നെ വസദ്ദുഹും അനിസ് സബീൽ അല്ലേ, ഫഹും ലാ യഹ്തദൂൻ വസദ്ദഹും അനിസ് സബീൽ. പിന്നെ പറയാണ് ഈ സബീൽ അള്ളാഹിന്റെ നേരായ മാർഗത്തിൽ നിന്ന് ശൈത്താൻ അവരെ തടഞ്ഞിരിക്കുന്നു. വഹും ലാ യഹ്തദൂൻ, അവർ ഒരിക്കലും മാർഗം കാണുന്നില്ല, സന്മാർഗം ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെ എത്ര കാര്യങ്ങളാണ് പറയുന്നത്? 10 കാര്യങ്ങൾ. ഞാൻ തഫ്സീറിൽ വായിച്ചു 10 കാര്യങ്ങൾ ഈ ആയത്തുകൾ ഉണർത്തി എണ്ണിയത്. അപ്പൊ ഇതൊരു ഹുദ്ഹുദ് എന്ന പക്ഷിയുടെ ഇദ്റാക്കാണ്. ഇദ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഹ്യതയാണ്. അപ്പോൾ ഓരോ ജീവികൾക്കും അതിന് തൊട്ട് മുമ്പ് യാ അയ്യുഹന്നം ഉദ്ഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. അതാരാ പറഞ്ഞത്? യാ അയ്യുഹന്നം, ഉറുമ്പുകളെ ഉദ്ഖുലു മസാകിനകും, നിങ്ങളുടെ മാളത്തിലേക്ക് കടന്നോളി. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദ്, സുലൈമാൻ നബിയും സൈന്യവും നിങ്ങളെ ചവിട്ടി അരക്കാതിരിക്കട്ടെ. വഹും ലാ യഅലമൂൻ, അവരറിയാതെ. ഇത് പറയുന്നത് ഒരു ഉറുമ്പാണ്. കാലത്ത് നംലത്തുൻ. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ നംലാണ്. അതേപോലെ തന്നെ ഹുദ്ഹുദാണ് ഇത്തരം കാര്യങ്ങൾ ഗ്രഹിച്ച് ഇത് പറയുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഇദ്റാക്കുണ്ട്, ഗ്രാഹ്യത ഉണ്ട്. അതുകൊണ്ടാണ് അവരിൽ ഈ സലാത്ത്, തസ്ബീഹ്, സുജൂദ്, യസ്ജുദു, എന്താണ് അല്ല പറഞ്ഞല്ലേ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദി വശംസ് വൽ ഖമർ എന്നൊക്കെ പറഞ്ഞില്ലേ, വശജർ എന്നൊക്കെ പറഞ്ഞില്ലേ, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു പറഞ്ഞില്ലേ. പക്ഷേ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് വലാകിൻ ലാ തഫ്ഖഹൂൻ. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അതെങ്ങനെ എന്നുള്ളത് ഗ്രഹിക്കാനാവുന്നില്ല, പക്ഷെ അവരിത് നിർവഹിക്കുന്നുണ്ട്. അതാണ് വിഷയം. അപ്പോ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ളത് കുറച്ച് മനുഷ്യന്മാർക്ക് മാത്രമുള്ള ഒരു വിഷയമല്ല. ഇതൊക്കെ വാനങ്ങൾ നിർവഹിക്കുന്നു, ഭൂമി നിർവഹിക്കുന്നു, വാനങ്ങളിലുള്ള ഭൂമിയിലുള്ള അചേതന വസ്തുക്കളെന്ന് വിധിക്കപ്പെടുന്നവ നിർവഹിക്കുന്നു. അതിൽ എങ്ങനെ? അത് നമുക്ക് അവർ നിർവഹിക്കുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ? അത് നമുക്ക് ഗ്രാഹ്യമല്ല. അവരുടെ നിർവഹണം അതിൻ്റെ ഹഖീഖത്തിൽ അവർ തഅബ്ബുദായിട്ട് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് അത് നിർവഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എന്തല്ല ഒരു ആലങ്കാരിക പ്രയോഗമൊന്നുമല്ല. പിന്നെ അവരുടെ അടുക്കൽ ഈ തസ്ബീഹ് ഉണ്ട്, തഹ്മീദ് ഉണ്ട്. ഞാൻ ഇത് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ആളുകൾ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹ്ക്ക് എന്തുണ്ട്? അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ഈ ഉലകത്തിൽ സജീവാണ്. അള്ളാഹുവിന് ഹംദ് കൊണ്ടും തസ്ബീഹ് കൊണ്ടും ഈ ഉലകം സജീവമാണ്. അള്ളാഹു നമുക്ക് അക്കൽ ബുദ്ധി തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഹ്യ് അവതരിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് റസൂലിനെ നിയോഗിച്ചു. എന്നിട്ട് തസ്ബീഹിൻ്റെയും തഹ്മീദിൻ്റെയും ഒക്കെ മഹത്വം പഠിപ്പിച്ചു, അതിൻ്റെ സ്ഥാനം പഠിപ്പിച്ചു, അതിൻ്റെ പുണ്യം പഠിപ്പിച്ചു, അതിനാൽ എന്ത് എന്നുള്ളത് പഠിപ്പിച്ചു. എന്നിട്ടും നമ്മളതിൽ പിശുക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്കാണ് നഷ്ടം. നമ്മൾ എല്ലാവരെയും പിന്നെയും ആയിപ്പോകുന്ന ഒരു അവസ്ഥ വരും എന്നാണ് നമ്മളവിടെ ഭയക്കേണ്ടത്. അല്ലാക്കുള്ളി ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. എന്താ ഇത്? യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മയ്യത്തിൽ നിന്ന് ഹയ്യിനെ. ഹയ്യ് എന്ന് പറഞ്ഞാൽ ഹയാത്തുള്ളത്, മയ്യിത്ത് ഹയാത്ത് അറ്റത്.
മയ്യത്തിൽ നിന്ന് ഹയ്യിനെ യുഖ്രിജു. യുഖ്രിജു എന്നാണ് അള്ളാഹു എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവരുന്നു. വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ഹയ്യിൽ നിന്ന് മയ്യത്തിനെ കൊണ്ടുവരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരുന്നു. വയുഹ്യിൽ അർദ ബഅദ മൗതിഹ, വയുഹ്യിൽ അർദ, അള്ളാഹു ഭൂമിയെ ജീവനുറ്റതാക്കുന്നു. ബഅദ മൗതിഹ, ഭൂമി നിർജീവമായതിനു ശേഷം, മൗത്തായതിനു ശേഷം. വകദാലിക തുഖ്റജു. നമുക്കതിൽ കുറച്ച് വിഷയങ്ങൾ പറയാണ്ട്. ഇവിടെ എന്താണ് ഈ മയ്യത്തിൽ നിന്ന് ഹയ്യിനെ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ? വേസ്റ്റിൽ നിന്ന് പുഴുക്കൾ അല്ലേ, പിന്നെ നിർജീവമായ ഭൂമിയിൽ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവനുള്ള അല്ലെ സസ്യലതാദികൾ മുളക്കുന്നത് അതിൽ പറഞ്ഞതാണ്. പിന്നെ ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു പഠനം വായിച്ചാണ്. റഷ്യയിൽ ഒരു ഗർഭിണി മരണത്തിന് കീഴ്പ്പെട്ടു. പക്ഷെ മരണത്തിന് കീഴ്പ്പെടുന്നതിന് മുമ്പ് അവർ കോമയിലായി. പിന്നെ മരണത്തിൻ്റെ അവസ്ഥ വന്നു. അപ്പോൾ വേഗം എന്ത് ചെയ്തു? അവരുടെ പിന്നെ ശ്വസനവ്യൂഹം, അതേപോലെ തന്നെ കൽബ്, അതിനെ മിടിപ്പിക്കാനുള്ള വെന്റിലേറ്റർ സഹായം, അതിലൂടെ പിന്നെ ഹൃദയമിടിപ്പും ശ്വസനവും നിലനിർത്തി. പക്ഷെ ആള് ഡെഡായി. എന്നിട്ട് വേഗം എന്ത് ചെയ്തു? അവർ ഗർഭിണിയല്ലേ, അതിനോ സിസേറിയൻ നടത്തി കുട്ടിനെ പുറത്തെടുത്തു. പിന്നെ മക്കീനെ നീക്കിയപ്പോൾ ആൾ മരിച്ചു. കാരണം മരിച്ചിന് പിന്നെ ഇത് മാത്രമേ ചെയ്യണുള്ളൂ, ഹൃദയമിടിപ്പും ശ്വസനവും. അപ്പം പിന്നെ അത് എഴുതിയിട്ട് പറയാണ്, സുബ്ഹാനല്ലദീ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. എന്നിട്ട് പിന്നെ തഫ്സീറിൽ ഇത് കൊടുത്തിട്ടുണ്ട്. തഫ്സീറിൽ മയ്യത്തിൽ നിന്ന് ഹയ്യിനെ പുറത്തു കൊണ്ടുവന്ന അല്ലാഹു പരിശുദ്ധൻ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അല്ലാതെ ആൾ മരിച്ചിരുന്നു സംഭവം. പക്ഷേ പിന്നെ ഈ ശ്വസനവും ഹൃദയം പിടിപ്പും ഉണ്ടല്ലോ, ഇത് മാത്രമേ സജീവമാക്കിയുള്ളൂ യന്ത്രത്തിൻ്റെ സഹായത്തിൽ. എന്നിട്ട് എന്ത് ചെയ്തു? അതിൽ നിന്ന് ജീവനുള്ള കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തെടുത്തു എന്നാണ്. എന്നിട്ട് ഈ ആയത്തിൻ്റെ ഒരു തെളിവായി വിശുദ്ധ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ ഒരു സ്ത്രീ, ഒരു സുന്ദരിയായ മഹദിയായിരുന്നു. പിന്നെ ആയിഷ റളിയല്ലാഹു തആലയെ കാണാൻ വന്നതായിരുന്നു. അവർ മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്തല്ലേ മസ്ജിദുൻ നബവിയിൽ ആയിഷയുടെ അടുക്കൽ നിസ്കരിച്ചു എന്നാണ് അല്ലാക്കുല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ ഹാദിഹി, ഇത് ആരാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഹിയ മിൻ ഖാലാത്തിക്, അവർ നിങ്ങളുടെ ഖാലത്താണെന്നാണ്. ഖാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മാതൃ സഹോദരി അല്ലെങ്കിൽ മാതൃ കുടുംബത്തിലെ മെമ്പർ എന്നുള്ളതും പറയാം, മാതൃ സഹോദരി. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാലാത്തി, അവർ ഈ നാട്ടിൽ ഖറായിബാണ്. ഖറായിബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മൻ്റെ കുടുംബക്കാർ മദീനത്തില്ല. ഉമ്മൻ്റെ കുടുംബക്കാരുണ്ടല്ലോ, അവരിൽ സ്ത്രീ രത്നങ്ങൾ പിന്നെ മദീനയിൽ വിരളാണ്, ഇല്ല. അപ്പൊ ആരാണ് ഈ ഖാലത്ത് എന്ന് ചോദിക്കാൻ. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്, ഹിയ ഖാലിദ ബിൻത് അൽ അസ്വദ് ഇബ്നി അബ്ദി യഗൂസ് ഇബ്നു വഹബ് ഇബ്നു അബ്ദി മനാഫ് ഇബ്നു സുഹ്റ ഇബ്നു സുഹ്റ. നേരത്തെ എഴുതുന്നത് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്നു സുഹ്റ ഇബ്നു കിലാബ് ഇബ്നു മുറ ഇബ്നു കഅബ് ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹ്ർ ഇബ്നു മാലിക് ഇബ്നു നദർ ഇബ്നു കിനാനത്ത് ഇബ്നു ഖുസൈമത്ത് ഇബ്നു മുദ്രിക്കത്ത് ഇബ്നു ഇലിയാസ് ഇബ്നു മുദർ. അങ്ങനെ പോലെ ഖാലിദ ബിൻത് അൽ അസ്വദ് ഇബ്നി അബ്ദി യഗൂസ് ഇബ്നി വഹബ് ഇബ്നി അബ്ദി മനാഫ് ബിൻ സുഹ്റത്ത് ബിൻ കിലാബ്. ഈ അബ്ദി യഗൂസ് ഇതിന്റെ സഹോദരിയാണ് ആര് പറയും? ആമിന. അബ്ദു യഗൂസ് ഇബ്നു വഹബാണ്, ആമിന ബിന്ദു വഹബാണ്. അപ്പോൾ ഈ ആമിനയും അബ്ദു യഗൂസും, ആമിന ആരാ?
നബി തങ്ങളുടെ ഉമ്മ. അപ്പൊ ഈ അബ്ദു യഹൂസ് ആരാ? ഉമ്മന്റെ എളാമേ, എളാപ്പേ, എളാമത്താണല്ലേ അബ്ദു യഹൂസ്. ഇവരെ കുറിച്ച് ഇളയമ കാരണത്തല്ല നിങ്ങൾ പറയുന്നത്. ആമിനെ എന്നവരുടെ സഹോദരനാണ് അബ്ദു യഹൂസ് അല്ലേ? അബ്ദു യഹൂസിന്റെ മകനാണ് അസ്വദ്. അസ്വദിന്റെ മകളാണ് ഖാലിദ അല്ലേ? അപ്പോൾ ആമിന ബിന്ദു വഹബും ഖാലിദയും തമ്മിൽ എന്ത് ബന്ധം? തങ്ങളുടെ ഉമ്മ ആമിന ബിന്ദു വഹബും ഈ ഖാലിദയും തമ്മിൽ എന്താ ബന്ധം? എന്താ ആമിന ബിന്ദു വഹബാണ് അല്ലേ? അപ്പൊ ഈ അബ്ദു യഹൂസും ആമിനയും ആങ്ങളെയും പെങ്ങളുമാണ് അല്ലേ? ആമിനയുടെ ആങ്ങളുടെ മകൻ അതിന്റെ മകളാണ് അല്ലേ? ആര്? ഖാലിദ, ആങ്ങളുടെ പേരക്കുട്ടി, ആങ്ങളയുടെ പേരക്കുട്ടിയാണ്. അപ്പൊ ഉമ്മന്റെ കുടുംബക്കാരിയാണ് ആര്? ഖാലിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് അതാണ്, നിങ്ങളുടെ ഖാലാത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നത്. ആര്? ആയിഷ റളിയല്ലാഹു തആല ഖാലാത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്നത്. ഉണ്ടാ ഇത് നോക്കി, ഈ വഹബ് ബിൻ അബ്ദു മനാഫ് ബിൻ സുഹറ എഴുതിയത് എന്തിനാ പറയും? എന്തിനാ സുഹറ എഴുതി? സുഹറ ഇബ്നു കിലാബ് ഇബ്നു മുറ. അപ്പൊ എന്താ അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാന്റെ പിതൃപരമ്പര ഉണ്ടല്ലോ, ഉമ്മന്റെ പിതൃപരമ്പരയായിട്ട് കണ്ണി ചേരുന്നത് എവിടെയാണ്? കിലാബ് ബിൻ മുറയിലാണ്. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഹുസൈ, കിലാബ്. കിലാബിന്റെ മകൻ ഹുസൈലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കിലാബിന്റെ മകൻ സുഹറയിലാണ് ആര്? റസൂലുള്ളാഹിന്റെ ഉമ്മ. അവര് സുഹരിയത്ത് എന്നാ പറയാ ഈ പിതാവിലേക്ക് ചേർത്തിട്ട്. ബനു സുഹറ ഗോത്രം കണ്ട ഇദ്ദേഹത്തിലേക്ക് ചേർത്തിട്ട്. അലാകുല്ലി ഇവിടെ വിഷയം ഇത്. പിന്നെ ഖാലിദ ബിന്തുൽ അസ്വദാണ് നിങ്ങളുടെ ഖാലാത്താണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് നമ്മുടെ വിഷയം. സുബ്ഹാനല്ലദീ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. സുബ്ഹാനല്ലദീ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് എന്ന് പറഞ്ഞാൽ ഈ അൽ അസ്വദ് ബിൻ അബ്ദു യഹൂസ് ഒക്കെ റസൂലുള്ളാഹിന്റെ കൂടിയ ശത്രുക്കളായിരുന്നു മക്കയിൽ. കുഫറിൽ കുഫറിലായിരുന്നു. അപ്പൊ ആ കുഫറിൽ നിന്ന് അതാണ് ആര്? അൽ മയ്യീത്ത്. കുഫർ അതാണ് അൽ മയ്യീത്ത്. അതിൽ നിന്നാണ് ഈ ഖാലിദ എന്ന് പറയുന്ന ഒരു ദീനി നിഷ്ഠയുള്ള വളരെ മുതഅബ്ബിദത്തായിരുന്നു എന്നാണ്. നല്ല ദീനി നിഷ്ഠയുള്ള മഹദിയായിരുന്നു ഖാലിദ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സുബ്ഹാനല്ലദീ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യീത്ത്. അപ്പൊ മയ്യീത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഹയ്യ എന്ന് പറഞ്ഞെങ്കിൽ എന്താ ഒരർത്ഥം? കുഫറും ഇസ്ലാമും. കുഫറും ഇസ്ലാമും. നമ്മൾ കേവലം കോഴിയിലും അതേപോലെ തന്നെ മഴയിലും ഭൂമിയിലും അതിൽ പരിമിതപ്പെടുത്തേണ്ടതല്ല. അത് വിശാലമായ ഒരു ആശയമുള്ള ഒരു പ്രയോഗമാണ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യീത്ത് എന്നുള്ളത്. ഇതിൽ കുറച്ച് വിഷയങ്ങൾ നമുക്ക് ഇൻഷാല്ലാ ഇതിൻ്റെ അത് പിന്നെ പറയാം. കുറച്ച് വിഷയങ്ങൾ മസാലകളുണ്ട്. ഒരു കൗതുകമുള്ള വിഷയമാണത്. അടുത്ത ആഴ്ച ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.